اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. أولئك വിഭാഗക്കാർ മുനാഫിഖീങ്ങളായ ആളുകൾ الذين വിഭാഗക്കാരാണ് സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗത്തെ വാങ്ങിച്ചിരിക്കുന്നു. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഹിദായത്ത് കിട്ടുന്നുണ്ട്, ഹുദയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇരുന്നിട്ടും ആ ഹുദക്ക് പകരം ദലാലത്തിനെ വാങ്ങിച്ചവർ. എന്നിട്ട് വാങ്ങിച്ചിട്ടോ ഒരു സംഗതി വാങ്ങുമ്പോൾ ലാഭമാണല്ലോ. അവരെ കച്ചവടം വിജയിച്ചില്ല. കച്ചവടം അവരുടെ കച്ചവടം അവർക്ക് ലാഭമുള്ളതായില്ല. അവര് സന്മാർഗികൾ ആവുകയും ചെയ്തില്ല. ഹിദായത്ത് ലഭിച്ചവർ ഇങ്ങനെയൊക്കെ ഹിദായത്ത് ലഭിക്കാനുള്ള എല്ലാ വഴിയും അവിടെ തുറന്നു കിട്ടിയിട്ടും അവിടെ അങ്ങനെ ഇരുന്നിട്ട് പോലും ഹിദായത്തിലേക്ക് എത്തിയില്ല. അതൊക്കെ വലിയ പാഠങ്ങളാണ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് നടക്കാണ്. ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ കടന്നുപോയിട്ട് 200 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അത് 100-ലധികവും കാലം തന്നെ അന്വേഷണം തന്നെ ആയിരുന്നുള്ളതാണ്. ഇത്രയും അന്വേഷണങ്ങൾക്ക് ശേഷം ഹിദായത്ത് ആ ഹുദയിലേക്ക് അല്ലാഹു ഒരു മനുഷ്യനെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അയാളോട് എത്തി. അത് എവിടെയാണെങ്കിലും ശരി. എന്നാൽ ഇവിടെയൊക്കെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ആ ഹിദായത്തിന്റെ ആ പ്രഭവ കേന്ദ്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിയാകുന്ന മുഹ്തദീങ്ങളാകുന്ന സ്വഹാബത്തും ഹാദിയാകുന്ന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ട് പോലും ആ കൂട്ടത്തിൽ നിന്നിട്ട് പോലും ഒരുപാട് ആളുകൾ മുനാഫിഖീങ്ങളായി പോവുക ചെയ്തു. അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവരെ കുറിച്ച് വീണ്ടും കണ്ടോ, ഇത്രയും ആയത്ത് ഒരു 16 ആയപ്പോഴേക്കും മുഅ്മിനീങ്ങളെ കുറിച്ചും കാഫിരീങ്ങളെ കുറിച്ചും പറഞ്ഞതിനേക്കാൾ ഇരട്ടി ആയത്താണ് മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മളുണ്ടല്ലോ, ഏതൊരു പുസ്തകമാണെങ്കിലും ഏതൊരു കിതാബാണെങ്കിലും അതിന്റെ ഒരു മുഖദ്ദിമ, അതിന്റെ ഒരു ആമുഖം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏതൊരു പുസ്തകം, പ്രത്യേകിച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ട പുസ്തകമാണെങ്കിൽ അത് ഏത് കാലത്തും അതിന്റെ തുടക്കത്തിൽ ഈ വ്യക്തിയുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു മുഖദ്ദിമയിൽ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? മുഅ്മിനീങ്ങളെ കുറിച്ച് കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു, കാഫിരീങ്ങളെ കുറിച്ച് കുറച്ച്, ഏറ്റവും കൂടുതൽ മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ നീതി പറഞ്ഞു, അവർക്ക് ഉപമ പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെങ്ങനെ വിശദീകരിക്കും? എന്തിനാ അവരെങ്ങനെ വിശദീകരിക്കുന്നത്? ഒരിക്കലും അവരുടെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവുന്നത്. ഒരാളെ മുഅ്മിനാക്കാൻ എളുപ്പമാണ്. ഒരു കാഫിറായ വ്യക്തിയാണെങ്കിൽ അയാളെ ഈമാൻ സ്വീകരിക്കാൻ സംഗതി എളുപ്പമായി, മുഅ്മിനായി ജീവിക്കുകയും എളുപ്പമായി. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഒരു മുനാഫിഖിനെ ശരിക്കും ഹിദായത്ത് കൊടുക്കുക, അയാളെ ഈമാനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം വളരെ ഗൗരവമുള്ള വിഷയം. അവരെ കൊണ്ടായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അവരുമായി ബന്ധം, അവരെ തിരിച്ചറിയാന്നുള്ളത് വളരെ ആവശ്യമാണ്. അവരെ തിരിച്ചറിയാന്നുള്ളത് വലിയ ആവശ്യമാണ്. അവരുടെ കൂടെ കൂടാതിരിക്കുക എന്നുള്ളത് വലിയ ആവശ്യമാണ്. അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു കണികൾ പോലും നമ്മുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വിശ്വാസങ്ങളിലോ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും ആവശ്യം. അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ കുറിച്ച് മറ്റൊരു ഉദാഹരണങ്ങളിലൂടെ ഖുർആനിന്റെ ഉദാഹരണങ്ങളുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ വിഷയമാണ്. ഉദാഹരണങ്ങളിലൂടെ കാര്യം ബോധ്യപ്പെടുത്തി തരിക. ഒന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തി തരികയാണ്. മസലുഹും, അവർക്കുള്ള ഉപമ, അവരുടെ ഉദാഹരണം ഒരാളിങ്ങനെ തീ കത്തിച്ചു വെച്ചു, ഒരു തീ കത്തിച്ചു വെച്ചു. അങ്ങനെ
അവന് ചുറ്റുമുള്ള വസ്തുക്കളെ ഭാഗങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചപ്പോ വെളിച്ചം വന്നപ്പോ ഒരാള് ഒരു മെഴുകുതിരിയോടെ കത്തിച്ചു വെക്കുമ്പോ അതിന്റെ ചുറ്റുഭാഗത്തെയും അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ പ്രകാശിച്ചു. ഇത് കത്തിച്ചു വെച്ചപ്പോ കുറെ ആൾക്കാർക്ക് വെളിച്ചം കിട്ടി. ഈ കത്തിച്ചു വെച്ച ആൾക്കാർ ഇതിലെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ അവരെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. അല്ലാഹു അവരെ പ്രകാശത്തെ എടുത്തുകൊണ്ടുപോയി. അവർക്ക് കാണാൻ പറ്റാത്ത വിധം അല്ലാഹു അവരെ ഇരുട്ടിൽ ഒഴിവാക്കി. അവർക്ക് ഒളിച്ചു കിട്ടി. എത്ര മനോഹരമായ ഉദാഹരണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ വെളിച്ചം ആ വെളിച്ചത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് പോലും അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തില്ലല്ലോ, വെളിച്ചം കിട്ടിയില്ലല്ലോ. പിന്നെ ഇരുട്ടിലേക്ക് തന്നെയല്ലേ അവർ പോയത്. വീണ്ടും അവരെ കുറിച്ച് പറയാണ്, അവര് ചെവി കേൾക്കാത്ത ആളുകളാണ്, സംസാരിക്കാൻ പറ്റാത്ത ആളുകളുമാണ്, കണ്ടു കാണാത്ത ആളുകളുമാണ്. ഒന്നിനും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചെവി കേൾക്കാത്തവരെന്ന് പറയുമ്പോ ശരിക്കും കേൾക്കാത്തവരെന്നല്ല, സത്യത്തെ കേൾക്കാൻ കഴിയുന്നില്ല, സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സത്യത്തെ സംസാരിക്കാൻ കഴിയുന്നില്ല, സത്യത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം അവരെ ആകെ ഇരുട്ട് ബാധിച്ചിരിക്കാൻ. ഒരു ശക്തമായ ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്താണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ, എന്തൊക്കെ സാധനങ്ങളിൽ അറിയില്ല, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഇതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആ വെളിച്ചം അങ്ങോട്ട് എടുത്തു കളഞ്ഞു. അവര് കണ്ടു കാണാത്തവരാണ്, സംസാരശേഷിയില്ലാത്തവരാണ്, ചെവി കേൾക്കാത്ത ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടര് അവർ സത്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല, മടങ്ങിച്ചേരുകയില്ല. കാരണം വെളിച്ചമില്ലല്ലോ, വെളിച്ചം കാണാനില്ല. ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വെളിച്ചമില്ലാതെ എങ്ങനെയാ മനുഷ്യ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക? ഇവിടെ അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ്, അള്ളാഹുവിലേക്കുള്ള പോക്ക്. ആ പോക്കിന് വളരെ അത്യാവശ്യമാണ് ഒരു വഴി വേണം, വഴി കാണിച്ചു കൊടുക്കാൻ ആൾ വേണം, വെളിച്ചം വേണം, വെളിച്ചമുള്ള ആൾക്കാരെ കൂടെ കൂടണം. ഇതൊന്നുമില്ലെങ്കിൽ എവിടെയും എത്തൂലല്ലോ. ഇനിയും ശേഷമുള്ള ആയത്തുകളും ഒക്കെ വീണ്ടും മുനാഫിഖീങ്ങളെ കുറിച്ച് തന്നെയാണ്. 20-ാമത്തെ ആയത്ത് വരെയും മുനാഫിഖീങ്ങളെ കുറിച്ച് തന്നെ അവരാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഇത് വലിയൊരു പാഠാണ്. മുനാഫിഖീങ്ങൾ